ഹായ് സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് ജിമ്മിൽ പോവാനോ അല്ലെങ്കിൽ ഒരുപാട് സമയം മറ്റു ക്ലബ്ബുകളിൽ പോയിട്ടൊന്നും വർക്കൗട്ടുകൾ ചെയ്യാനോ യോഗ ചെയ്യാനൊന്നും അമിതമായി സമയമില്ലാത്ത ആളുകളെ സംബന്ധിച്ച് ചെറിയ ലൂസനിങ് എക്സസൈസുകൾ ചെയ്യുന്നത് നല്ലതാണ്. ഇനിയിപ്പോ യോഗ ചെയ്യുന്നവരാണെങ്കിൽ യോഗ ചെയ്യുന്നതിന് സൂര്യ നമസ്കാരം ചെയ്യുന്നതിന് മുമ്പായിട്ടും ലൂസനിങ് എക്സസൈസുകൾ കൊടുക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോ അതുമല്ല, എന്തെങ്കിലും ഭാരിച്ച പണികളൊക്കെ എടുക്കുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് തന്നെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒക്കെ ഇടക്ക് നമ്മുടെ ഈ ലൂസനിങ് എക്സസൈസുകൾ അഥവാ ശിഥിലീകരണ വ്യായാമങ്ങൾ, സൂക്ഷ്മ വ്യായാമങ്ങൾ, വാമപ്പ് എക്സസൈസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം പിന്തുടരുന്നത് നല്ലതാണ്. ഇപ്പൊ നമുക്കറിയാം, പുതിയ പഠനങ്ങളൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ ഇരുന്നു കൊണ്ട് തന്നെ ഒരുപാട് സമയം ഇരുന്ന് മണിക്കൂറുകളോളം ഇരുന്ന് മാത്രം ജോലി ചെയ്യുന്ന ആളുകൾക്ക് അറ്റാക്ക്, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണെന്നൊക്കെ അല്ലെ. അപ്പൊ ചെറിയ ചെറിയ ലൂസനിങ് എക്സസൈസ് നമ്മൾ ബോഡിക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ എങ്ങനെയാണ് എല്ലാ വിധത്തിലുള്ള ആളുകൾക്കും, എക്സസൈസ് ചെയ്യുന്നവർക്കും ചെയ്യാൻ സമയമില്ലാത്തവർക്കും ഒക്കെ ഇതുപോലെയുള്ള ലൂസനിങ് എക്സസൈസുകൾ നല്ലതാണ്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, നമ്മൾ ദൈനംദിനം എന്നും കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റിയ ഒരു രീതിയാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ലൂസനിങ് എക്സസൈസുകൾ ഇരുന്നിട്ടും നിന്നിട്ടും ഒക്കെ ചെയ്തു തുടങ്ങാം. പക്ഷെ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഇരുന്നിട്ട് ചെയ്തു തുടങ്ങുന്നതാണ് നല്ലത്. നിങ്ങൾ തന്നെ ഫോളോ അപ്പ് ചെയ്താൽ മതി. കാല് നീട്ടിയിരിക്കുക, കൈ പിറകിൽ കുത്തുക, ഒരുപാട് പിറകോട്ട് പോകരുത്, പിറകിൽ കുത്തുക. എന്നിട്ട് നമ്മുടെ വിരലുകൾ ശ്വാസം വിട്ടുകൊണ്ട് മുമ്പിലോട്ട്, ശ്വാസം എടുത്തുകൊണ്ട് പിറകിലോട്ട്. ഒരു 10 പ്രാവശ്യം ചെയ്യുക. ശേഷം നമ്മുടെ കാലിന്റെ പാദം ആംഗിൾ ശ്വാസം വിട്ടുകൊണ്ട് മുമ്പോട്ട്. ആദ്യം വിരല ചെയ്തത്, ഇങ്ങനെ മാത്രം. ഇനി പാദം മൊത്തത്തിൽ ശ്വാസം എടുത്തുകൊണ്ട് പിറകോട്ട്, ശ്വാസം വിട്ടുകൊണ്ട് മുമ്പോട്ട്. ഇതൊരു 10 പ്രാവശ്യം ചെയ്യാം. ദെൻ ആംഗിള് റൊട്ടേറ്റ് ചെയ്യുക. ക്ലോക്ക് വൈസ് 10, ആന്റി ക്ലോക്ക് വൈസ് 10. അതായത് ഒരു വശത്തേക്ക് 10, മറ്റേ വശത്തേക്കും 10. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക 10. ദെൻ തിരിച്ചും നമ്മൾ എന്ത് ചെയ്യാം, ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. അടുത്തത് നമ്മുടെ കാല് മടക്കിയിട്ട് ഇതുപോലെ കൊണ്ടുവന്ന് വെക്കുക. അതായത് ഈ ഒരു ഗ്യാപ്പ് ഇട്ടാൽ മതി. എന്നിട്ട് നമ്മുടെ കൈ താഴെക്കൂടി ഇതുപോലെ ഇന്റർലോക്ക് ചെയ്തിട്ട് ഒന്ന് ബോഡിമൊക്കെ അടുപ്പിക്കാൻ ശ്രമിക്കുക. ഒരു 4 സെക്കൻഡ് അങ്ങനെ നിൽക്കുക. ശേഷം മറ്റേ കാലും ഇടത് കാലും അതുപോലെ തന്നെ ചെയ്യാം. അതിനുശേഷം നമ്മുടെ നട്ടെല്ല് ഒന്നുകൂടെ സ്ട്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പൂർണ്ണമായിട്ടും ബട്ടക്സിലേക്ക് അടുപ്പിക്കാം കാല്. എന്നിട്ട് ഇപ്പൊ നമ്മൾ അകത്തിലൂടെയാണല്ലോ ആദ്യം ചെയ്തത്, ഇനി പുറത്തു കൂടി ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് നമ്മൾ അതിലേക്കൊന്ന് നിവർന്നിരിക്കുക. അപ്പൊ നമ്മുടെ നട്ടെല്ല് സ്പൈനലിന് വളരെ നല്ലതാണ്. സ്ട്രൈറ്റ് ആയിട്ട് ഒരു 5 സെക്കൻഡ് ഒക്കെ ഇരുന്നിട്ട് മെല്ലെ റിലീസ് ചെയ്യുക. മറ്റേ കാലും അതുപോലെ തന്നെ ചെയ്യുക. ഇത് നമുക്ക് കയറി ഇങ്ങനെ ഇരിക്കുക, മെല്ലെ റിലീസ് ചെയ്യാം. ഇനി നമുക്ക് എണീറ്റ് നിന്നിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. എണീറ്റ് നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കൈ ഇതുപോലെ ഇന്റർലോക്ക് ചെയ്ത് ചെസ്റ്റിൽ വെക്കുക. ചെസ്റ്റിൽ വെച്ച് ശ്വാസം അകത്തേക്ക് എടുത്ത് നമ്മുടെ കാലിന്റെ ഹീൽസ് ഉപ്പൂറ്റി പൊക്കിക്കൊണ്ട് മുകളിലേക്ക് ഫുൾ ബോഡി സ്ട്രൈറ്റ് ചെയ്യാം. ഇതുപോലെ നല്ലോണം വലിയ, മാക്സിമം വലിയ ശ്വാസം വിട്ടുകൊണ്ട് മാക്സിമം സ്ട്രൈറ്റ് ചെയ്യണം. ബോഡി ഫുൾ സ്ട്രെച്ചിങ് ആണ്. ഇനി ഒട്ടും സമയമില്ലാത്ത ആളുകൾക്ക് രാവിലെ എണീറ്റ് ഉടനെ ഇത് ഒരു 20 പ്രാവശ്യം ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ, മറ്റൊരു എക്സസൈസും ചെയ്യാൻ സമയമില്ലെങ്കിലും. ദെൻ ഹീൽസ് ആൻഡ് ടോസ് ചെയ്യുക. അപ്പൊ പ്രത്യേകിച്ചും ഈ യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങളും മസിൽസിന്റെ പെയിൻ ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഹീൽസ് ആൻഡ് ടോസ്. നമ്മൾ എന്ത് ചെയ്യുക, കാലിന്റെ ഉപ്പൂറ്റി പൊക്കുക. അപ്പൊ തന്നെ ഉപ്പൂറ്റി വെച്ച് ടോസ് പൊക്കുക. അതായത് ഹീൽസ് ആൻഡ് ടോസ്, വിരലും ടോസും മാറി മാറി വെച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പ് ജോയിന്റിൽ ഇതുപോലെ കൈ വെക്കുക. കൈ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ശ്വാസം വിട്ട് ബട്ടക്സ് പുറകിലോട്ട് തള്ളിയിട്ട് നേരെ നോക്കിക്കൊണ്ട് മുമ്പോട്ട് വരിക. അതും ശ്വാസം വിട്ടിട്ട്. ഇത്രേ പാടുള്ളൂ, ഒരുപാട് കുനിയാൻ പാടില്ല. ബട്ടക്സ് പുറകിലോട്ട് തള്ളി, ദെൻ ശ്വാസം എടുത്തിട്ട് ബാക്ക് ബെൻഡ്. ഒരു 10 പ്രാവശ്യം ചെയ്യുക. ദെൻ ഇതുപോലെ പൊങ്ങി വരുമ്പോൾ ശ്വാസം എടുക്കുക. താഴേക്ക് പോകുമ്പോൾ
ഇതൊരു 10 പ്രാവശ്യം ചെയ്യാം. ദെൻ കൈ ഒരു ഭാഗത്തേക്ക് പിടിക്കുക, ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുക. ഈ ഭാഗത്തേക്ക് ഇങ്ങനെ അകത്തോട്ട് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുക. ഈ കൈയും അതുപോലെ തന്നെ ആവർത്തിക്കുക. ഒരു 5 സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്താൽ മതി. ദെൻ കൈകളൊക്കെ ഒന്ന് ഓപ്പൺ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മുൻപോട്ട് ഇന്റർലോക്ക് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഒന്ന് ബാക്ക് മുകളിലോട്ട് വലിച്ചെടുക്കുക. കൈകൾ പറവ പോലെ ഒന്നിങ്ങനെ ആട്ടി കൊടുക്കാം. ഒരു 6-7 പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ. ദെൻ ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് ഷോൾഡർ ചെവിയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. പിറകിലൂടെ ശ്വാസം വിട്ടുകൊണ്ട് ഒരു 10 പ്രാവശ്യം ചെയ്യുക. ശേഷം ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് മുകളിലേക്ക് നോക്കുക. ഇത് ചെയ്യുമ്പോൾ കണ്ണടക്കരുത്, കണ്ണ് തുറന്ന് ചെയ്യണം. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് ഒരു 10 പ്രാവശ്യം ആവർത്തിക്കുക. ദെൻ ചെവി ഷോൾഡറിൽ മുട്ടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് പൊങ്ങി വരിക. ശ്വാസം വിട്ട് മറുവശം ഒരു 10 പ്രാവശ്യം ചെയ്യാം. ഓക്കെ. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നിങ്ങൾ ഏത് വിധത്തിലുള്ള ആളുകളാണെങ്കിലും എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ശേഷമൊക്കെ ഇത് ഉൾപ്പെടുത്താം. ഒട്ടും ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ബോഡിക്ക് ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ചെയ്യാം. ഇനി അതിന് സമയമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് രാവിലെ എണീറ്റ പാടെ ഞാൻ ഇതിനിടയിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു സ്ട്രെച്ചിങ് ഒരു 20 പ്രാവശ്യമൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഓക്കെ. ഇതിനെല്ലാം പുറമെ ഒരുപാട് ശിഥിലീകരണ വ്യായാമങ്ങൾ ഇതിന് കൂടെ ഉണ്ട്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഒത്തിരി നല്ല വീഡിയോകളുമായി വീണ്ടും വരും. നിങ്ങൾക്ക് യോഗ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ മഞ്ചേരിയിലാണ് നമ്മുടെ ക്ലാസ്. ഓഫ്ലൈൻ ക്ലാസ് ഇവിടെ അടുത്തുള്ള ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റും. അല്ലാത്ത ആളുകൾക്ക് നമുക്ക് ഗൂഗിൾ മീറ്റ് വഴി ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. വേണ്ട ആളുകൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.